من عنده كان النبي المنتخب ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയാൽ മിൻ കുല്ലി ഖൽഖില്ലാഹി മഹബൂബൻ അഹബ്, അയാളുടെ മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, ഭാര്യയെക്കാൾ, എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയാൽ ഫസഅദത്തുൻ ഉളുമാ വഫൗസു വദിൻ കുതുബ്, അയാൾക്കാണ് ഏറ്റവും വലിയ വിജയം. നാളത്തെ ആഖിറത്തിലുള്ള ശാശ്വതമായ വിജയം അയാൾക്ക് കിട്ടിയിരിക്കുന്നു. വൽ അംനു മിൻ നാരിൽ അദാബി സലീമാ, അയാൾക്ക് നരകം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നരകത്തിന് രക്ഷപ്പെടാൻ, പരലോകത്തെ വിജയം സ്വന്തമാക്കാൻ എല്ലാവരെക്കാളും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടണം. എന്താ അങ്ങനെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം? ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്ത് ജീവിക്കലും അവിടുത്തെ ഇഷ്ടപ്പെട്ട് നടക്കലും വഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ, നിനക്ക് ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവാൻ ആ ഒറ്റ ഇബാദത്തു തന്നെ മതി. കാരണം എന്തേ? വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ പവറാണ് അവിടുത്തെ ശഫാഅത്ത്. നരകം ഉറപ്പായ മനുഷ്യനെ അവിടുന്ന് രക്ഷപ്പെടുത്തും. സ്വർഗത്തില് സ്ഥാനം വർദ്ധിപ്പിക്കാൻ അവിടുത്തെ ശഫാഅത്ത് ഉപകരിക്കും. അപ്പൊ തങ്ങളെ നന്നായി നമ്മുടെ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടണം. എന്താണ് തങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാല്? ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞ നമ്മളെ നാട്ടുകാരനാ. ഉമറുൽ ഖാലി തങ്ങൾ മറവിട്ട് കിടക്കുന്നത് വെളിയങ്കോടാണ്, മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടാണ്. ആ വെളിയങ്കോടുള്ള ഉമറുൽ ഖാലി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നമ്മുടെ സമയം കണ്ടെത്തണം. നമ്മുടെ നാട്ടുകാരനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്ത് റൗള ഷരീഫിന്റെ അടുത്ത് പോയി കരഞ്ഞപ്പോ റൗളന്റെ വാതിൽ തുറക്കപ്പെട്ട അത്ര ശക്തിയുള്ള വരിന്റെ ഉടമ ഒരു മലയാള നാട്ടിലുണ്ടായിട്ട് മലയാളികളായ നമ്മൾ അവരെ സിയാറത്ത് ചെയ്യാൻ പോലും സമയം കണ്ടെത്തിയില്ലെങ്കിൽ എന്നുള്ള ഒരു ആലോചന നമുക്കുണ്ടാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ നിയറസ്റ്റ് അല്ലേ നമുക്ക്, വേറെ എവിടെയും ദൂരമൊന്നുമില്ലല്ലോ. അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാം. എന്നിട്ട് അവിടെ ഫ്രെയിമിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്വല്ലല്ലാഹു ബൈത്ത്. വളരെ മനോഹരമായി നമുക്ക് ചൊല്ലാൻ പറ്റണം. റൗള ഷരീഫിന്റെ അടുത്തെത്തിയിട്ട് ഉമറുൽ ഖാലി തങ്ങൾ ചൊല്ലിയല്ലോ, യാ അക്റമൽ ഖുറമാ അലാ അതാബികും, ഓ മാന്യന്മാരിൽ മാന്യനായ നേതാവായ നബിയേ, ലോകത്തെ ഏറ്റവും മാന്യനാണ് നബിതങ്ങൾ. നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ നെഗറ്റീവില്ല. 63 കൊല്ലത്തിന്റെ ഇടയിൽ ഭാര്യനെ അടിച്ചത്, ഭാര്യനെ കുത്തിയത്, ഭാര്യന്റെ കണ്ണീരൊലിപ്പിച്ചത്, ഭാര്യനെ വേദനിപ്പിച്ചത് ഒരാൾക്കും പറയാനില്ല. ഓറിയന്റലിസ്റ്റുകാർ എത്ര കൊല്ലായി ലെൻസ് ഇട്ട് പരതി നടക്കുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടാൻ ഒരു തുമ്പില്ലല്ലോ. എന്തൊരു മാന്യത! പെൺമക്കളെ കുത്തുവാക്ക് പറഞ്ഞു ഇല്ല. ആൺമക്കളെ വേദനിപ്പിച്ചോ ഇല്ല. ഒരാളെയും വേദനിപ്പിക്കാത്ത ജീവിതം, ഒരാളെയും വേദനിപ്പിക്കാത്ത ജീവിതം. കണ്ടോ? നിങ്ങൾ നോക്ക്. ഖന്തക്കിന്റെ കടങ്ങൊഴിക്കുമ്പോ നബി തങ്ങളുടെ വിശപ്പ് കണ്ടിട്ട് സ്വഹാബിക്ക് ഭയങ്കര വിഷമായി. ഉടനെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? എന്ത് ഫുഡ്? ഒരാടുണ്ട്, അതിനറക്ക്, അതിനെ കുറച്ച് പത്തിരിയാക്ക്. നബി തങ്ങളുടെ അടുത്ത് മെല്ലെ പോയിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നബിയെ, തങ്ങൾക്ക് ഫുഡ് ഉണ്ട്, തങ്ങളൊന്ന് വന്നാല് വേണമെങ്കിൽ 1-2 ആളെ കൂട്ടിക്കോളിയും. തങ്ങൾ എന്താ ചെയ്തത്? സ്റ്റേജ്
സ്റ്റേജിന്റെ വേക്കിൽ മെല്ലെ പോയി ഷവർമ തിന്ന് പിടിച്ചോണ്ട് തോർത്തിട്ട് കുശൻ കസേരയിൽ വന്നിരുന്നോ? ഇല്ല. സഹാബ കുഴി കുഴിക്കൽ നിർത്തു, ഖന്തക്കിന്റെ പണി നിർത്തു. ജാബിർ ഫുഡ് ആക്കിയിട്ടുണ്ട്. ജാബിർ അള്ളാഹിനോട് പറഞ്ഞു, എന്താണ് ആടിനറുത്തിട്ടല്ലേ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, മുഅ്ജിസത്തിന്റെ ഉമിനീര് ആഡ് ചെയ്യണം, അത് ആഡ് ചെയ്തിട്ട് ചെമ്പ് ചട്ടി താഴെ വെച്ചാൽ മതി. ഈ ലീഡറെ ഈ അനുയായികൾ എങ്ങനെ മറക്കും? ഫസ്റ്റ് ട്രിപ്പിന് 80 ആളാ ഫുഡ് കഴിച്ചത്. 80 ആള് ചട്ടിയിൽ ഇപ്പോഴും കറി പളവളക്കുന്നു. 80 ആളാ കഴിച്ചത്. ബദറിന്റെ തലേന്ന് അനുയായികളോട് മൊത്തം പറഞ്ഞു ഉറങ്ങിക്കോളി. എന്നിട്ട് ലീഡർ ചെയ്ത പരിപാടി ടെന്റിൽ ഇരുന്നിട്ട് സുജൂദ് അള്ളാഹിനോട്. എന്റെ അനുയായികൾ പാവങ്ങളാ, അവർക്ക് തിന്നാനില്ല കുടിക്കാനില്ല, അവരെങ്ങാനും തോറ്റാൽ ഫലാ തുഅബദു ഫിൽ അർദ്, നിനക്കിവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരുണ്ടാവും? യഥാർത്ഥത്തിൽ ബദർ എന്ന് പറഞ്ഞാൽ ആ പോരാട്ടത്തിന്റെ പേരല്ല. തലേന്ന് നുബുവത്തിന്റെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹിനോട് ചെയ്ത സമരത്തിന്റെ പേരാ ബദർ. ബദർ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു ജയിക്കും. പിറ്റേന്ന് രാവിലെ അബൂജഹൽ വീഴുന്ന സ്ഥലം, ഉത്തുബത്ത് വീഴുന്ന സ്ഥലം, ഇന്നലെ രാത്രി നടത്തിയ സമരത്തിന്റെ ബദർ, അതിന്റെ ഒറിജിനൽ സമരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നു പിറ്റേന്ന് നടന്നിരുന്നത്. അതാണ് ബദർ. അനുയായികളോട് ഉറങ്ങാൻ പറഞ്ഞു. ലീഡർ ഉറക്കൊഴിഞ്ഞു. മാന്യത കൈവിടാത്ത ലീഡർ. അബൂലഹബിനെതിരെ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ അബൂലഹബ് കെട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളയാ. ത്വലാഖ് എണ്ണീറ്റ് വീട്ടിലേക്ക് അയച്ചു. എത്ര കാലം വീട്ടിൽ ആ മോളുണ്ടായിരുന്നു? ഒരു കുത്തുവാക്ക്, ഒരു വേദനിക്കുന്ന വാക്ക്. 7 മക്കളോട് ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും ഉപ്പാനെ കുറിച്ച് പറയാനുണ്ടോ? ഒരു തരി കിട്ടൂല. ഒരു തരി. മുത്തം കൊടുക്കുന്ന ഉപ്പ, മടിയിൽ കയറ്റി കളിപ്പിക്കുന്ന ഉപ്പ, ചുമൽ വണ്ടിയാക്കിയ ഉപ്പ. അതാ സ്വഹാബത്ത് കാണുകയാണ് ഇങ്ങനെ മുതുകിൽ കളിപ്പിക്കുന്ന പേരക്കുട്ടികളാകുന്ന കഥകൾ, ഉപ്പാപ്പയുടെ കഥ. അപ്പൊ സ്വഹാബി പറഞ്ഞു, അടിപൊളി വണ്ടിയാണല്ലോ. തങ്ങൾ എന്താ പറയുന്നറിയോ? വണ്ടി സൂപ്പറാന്നുള്ള നിലക്കല്ല പറയണത്. എന്താ പറഞ്ഞറിയോ? ഡ്രൈവറും പൊളിയാണ്, ഞാൻ എന്റെ മക്കളും ഒന്നിച്ച് തന്നെയാണ്. കണ്ട ഭാര്യമാരോട് ചോദിക്കൂ. സൊഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞ മഹദിയ, ഒട്ടകപ്പുറത്ത് കയറാൻ കഴിയുന്നില്ല. എന്നാ നീ ഈ ട്രിപ്പിന് വരണ്ടെന്നല്ല പറയണത്. കാല് നീട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സൊഫിയ ചവിട്ട്, എന്നിട്ട് കയറ്. സ്വർഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാല് ഭാര്യന്റെ കോണിപ്പടി. ദ ലീഡർ. ആയിഷ ബീവിനോട് ചോദിച്ചു നോക്കൂ, വീട്ടിലെങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ? പറയും. പാത്രം കഴുകി തന്ന കഥ പറയും. ആടിനെ കറന്നെന്ന കഥ പറയും. അടിച്ചുവാരിയ കഥ പറയും. ചെരുപ്പ് തുന്നിയ കഥ പറയും. ആയിഷ ബീവിക്ക് ഒന്നുകൂടി എക്സ്ട്രാ പറയാനുണ്ട്. എന്താണെന്നറിയോ? ഞാൻ എന്ത് ചെയ്താലും എന്റെ വേക്ക് തന്നെ വരും. വാട്ട് യു മീൻ? ആയിഷ ബീവി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു മാംസം കടിച്ചാല് എന്റെ പല്ല് ടച്ച് ചെയ്ത ആ 4 പല്ല് ടച്ച് ചെയ്ത ആ സ്പേസിൽ തന്നെ തങ്ങൾക്ക് അടുത്ത കഷ്ണം കടിക്കണം. ഹാഫ് ബെറ്റർ എന്നുള്ളത് സ്റ്റാറ്റസിൽ ഒതുക്കാനുള്ളതല്ല, ജീവിതത്തിൽ പഠിപ്പിച്ചു. ഞാനൊരു ഗ്ലാസ് ആടിന്റെ പാല് കുടിച്ചാൽ എന്റെ ചുണ്ട് വെച്ച സ്ഥലം നോക്കിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് തങ്ങൾ കുടിക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിൽ ഇരുന്നാല് എന്നെ ചാരി ഇരുന്നിട്ടാ തങ്ങൾ ഖുർആനൊക്കെ ഓതും. എന്നെ ചാരി കണ്ടോ. പിന്നെന്തു പറയാനുണ്ട് ആയിഷുമ്മക്ക്? പിന്നെ ഇടക്കിടക്ക് രാത്രി എന്നോട് ചോദിക്കും, ആയിഷ ഞാൻ ഇന്ന് രാത്രി കുറച്ച് ഇബാദത്ത് ചെയ്താലോ എന്നൊരു തോന്നല്. എന്റെ അഭിപ്രായം എന്താണ്? ആയിഷ ബീവിനോട് ആ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള. ഇത് ഭാര്യ. LKG UKG ഉള്ള കുട്ടികള് ടീച്ചേഴ്സും സാർമാരൊക്കെ പോയാൽ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയും. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡും LPയിലുള്ള പിള്ളേരും എണീറ്റിക്കും. UPയിലുള്ള കുട്ടികളും എണീറ്റിക്കും. SLC ഒക്കെ ആകുമ്പോൾ മടിയാണെങ്കിലും എണീറ്റിക്കും. +2 ഒക്കെ കഴിഞ്ഞാൽ ഓരോ വയന്ന് എണീക്കില്ലായി. വന്നിനോ ഇല്ലയോ എന്നുള്ള മെയിൻ്റെ ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ കുറയും അല്ലേ? അങ്ങനെയാ ഉണ്ടാവുക പൊതുവില് അല്ലേ? അങ്ങനല്ലേ? ഇത് ധാരാന്നറിയാം തന്നെക്കാൾ വയസ്സ് ഏറെ കുറവുള്ള ഒരാൾ
ഏറെ കുറവുള്ള. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിന്റെ വയസ്സ് 18 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കൂട്ടാൻ പറ്റും എത്ര വയസ്സാണുള്ളത്. ആ ഭാര്യ വരുമ്പോൾ എണീറ്റിക്കും. ആര്? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഭാര്യനെ കണ്ട എണീറ്റിക്കും. ഈ ചരിത്രം ഒന്ന് വായിക്കും നമ്മളെ ലൈഫിൽ. എണീറ്റിക്കും, എന്നിട്ട് കൈ പിടിച്ചു മുത്തും. നിങ്ങളെ നോക്ക്. ഫാത്തിമ ബീവിക്ക് പറയാനുണ്ട് ഉപ്പനെ കുറിച്ച്. ഈ തങ്ങളെ ഉമറുൽ ഖാലി തങ്ങൾ റൗദയിൽ പോയിട്ട് വിളിക്കണത് യാ അക്രമൽ ഖുറമ, ലോകത്തെ മാന്യന്മാരിൽ ഏറ്റവും മാന്യത ജീവിതം മുഴുവനും കൊണ്ടു നടന്ന നബിയെ. ആ വിളിയുടെ ഊക്ക് നോക്കിയ നിങ്ങൾ. യാ അക്രമൽ ഖുറമ അലാ തഅബികും. തങ്ങളെ റൗദന്റെ ഉമ്മറപ്പടിയിൽ ഒരു സാധു വന്നിട്ടുണ്ട്. ആരാന്നറിയാ സാധു? ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. പാവപ്പെട്ട ഫഖീറായ ഉമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? ലിമുർതജി ലിജനാബികും. തങ്ങളെ ചിറകിന്റെ താഴെ ഒരു പ്രതീക്ഷ കിട്ടുമെന്ന അർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? തങ്ങളുടെ വാതിലിന്റെ അടുത്തുനിന്ന് കരഞ്ഞാല് എനിക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് നബിയേ. എന്റെ കണ്ണും വെള്ളമൊഴുകുന്നുണ്ട് നബിയേ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പിന്നെ ഉമറുൽ ഖാലി തങ്ങൾ പറയുകയാണ് തങ്ങളെ പോലെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരാളില്ലല്ലോ നബിയേ. തങ്ങളെ പോലെ പ്രതീക്ഷിക്കാൻ ഒരു മാന്യനായ ആള് ലോകത്ത് തങ്ങളെക്കാൾ മാന്യതയുള്ള ആരാ ഉള്ളത്? നബിയേ? ആരാ ഉള്ളത്? എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇസ്ലാമിന്റെ മോർട്ടൽ എനിമിയാണ്, കഠിന ശത്രുവാണ്. അയാൾക്ക് റസൂലുള്ളാഹിനോട് വലിയ പകയായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണമായിരുന്നു. അതിന് അയാൾ ചെയ്ത പരിപാടി എന്താ? മക്കം ഫതഹിന്റെ അന്ന് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിൽ നിന്ന് കുത്തിക്കൊല്ലണം. അവിടെ വാശി നോക്ക് നിങ്ങൾ. ഒറ്റക്ക് വന്നാ പോരാ, ഇത്രയാളെ കൊന്നിട്ട് വഷളാക്കണം. അതിന് വിഷത്തിലൂട്ടിയ കടാര തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഫലാലത്ത് ബിനു ഉബയ്യ് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് മക്കം ഫതഹിലേക്ക് എങ്ങനെയാ കയറുക? 1000+ സ്വഹാബത്തില്ലേ, മുസ്ലിമാണ് എന്ന വ്യാജേന കയറി. സ്വഹാബിയായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ച് എന്ന വ്യാജേന ഫലാലത്ത് ബിനു ഉബയ്യ് കയറി. പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. വേറെ ആരും ഇല്ല എന്ന് കൺഫേം ചെയ്തു. ആരും ഇല്ലെന്ന് കൺഫേം ചെയ്തു. കത്തി ഇനി പുറത്തേക്ക് എടുക്കണം, കുത്തണം. അതാണ് മൂപ്പരുടെ അടുത്ത ലക്ഷ്യം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കിയ ഉടനെ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് ചോദിച്ചു, അൻത ഫലാല, ഈ ഫലാലത്തല്ലേ? അതെ. നീ എന്തോ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടല്ലോ. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ദിക്റിലാണ്, വേറൊന്നും എന്റെ മനസ്സിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ദിക്റില്ലോ, ചിരിച്ചു. അവിടെ ഇങ്ങനെ ചിരിച്ചു. കൊല്ലാൻ വേണ്ടി വന്ന ആളുടെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ ആ മനസ്സിന്റെ വിശാലത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തങ്ങൾക്കറിയാം ഈ വന്നയാൾ കൊല്ലാനാണ് വന്നത്. തങ്ങൾക്കറിയാം അയാളുടെ അരയിൽ വിഷത്തിലൂട്ടിയ കടാരയുണ്ടെന്നറിയാം. എന്നിട്ടും അവിടുത്തെ മനസ്സിൽ നിന്ന് മുഖത്തേക്ക് വന്ന ചിരി എന്ത് വിശാലമായ ഹൃദയത്തെന്ന് പുറപ്പെട്ട ചിരിയായിരിക്കും. അതുകൊണ്ടാ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് അലം നശ്റഹ് ലക സദറക്. ലോകത്തെ ഏറ്റവും വിശാലത ഉള്ള വസ്തു ഭൂമിയാണോ? അല്ല. ഭൂമിയേക്കാൾ വിശാലതമായത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്തുണ്ട്? ഖൽബുൽ മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം വിശാലമാണ്. കൊല്ലാൻ വേണ്ടി വന്നവർക്ക് മാപ്പ് കൊടുത്ത നബി. അതാ ഉമറുൽ ഖാലി തങ്ങൾ പറയണത്, ലാമിൻ കരീമിൻ മിസ്ലുകും ലിൽ മുർതജി. പ്രതീക്ഷിച്ചു വരുന്നവർക്ക് തങ്ങളെ പോലെ മാന്യനായ ഒരാളില്ലല്ലോ നബിയേ.
ആട്ടി അകറ്റൂല, ഇല്ലെന്ന് പറയൂല. ലോകത്ത് ജീവിതത്തിൽ ഇല്ലെന്ന് തങ്ങൾ പറയാറില്ല. അവിടുന്ന് ഇല്ല എന്ന് പറയൽ ആകെ എപ്പോഴാണെന്നറിയോ? അത്തഹിയ്യാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കിതാബ് പറയുന്നുണ്ട് അത്തഹിയ്യാത്താറ്റും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയലുണ്ടാവില്ല. തങ്ങൾ ഇല്ല എന്ന് പറയലുണ്ടാവില്ല. കണ്ടോ? എപ്പോഴും പറയുക തരാം തരാം. തങ്ങൾ അങ്ങനെയാ പറയാ. ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ പറയും മറ്റന്നാൾ വരാനുണ്ട് തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വതക്കയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് 100 ഒട്ടകം കിട്ടിയ സ്വഹാബിമാരുടെ എണ്ണം 60 ആൾക്കാരുണ്ട്. എത്ര? 500 രൂപ കൊടുത്തല്ല, 100 ഒട്ടകം കിട്ടിയത് 60 ആൾക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് 100 ഒട്ടകം കിട്ടിയിട്ടുണ്ട്. 50ന്റെ കണക്ക് വേറെ ലിസ്റ്റ് ഉണ്ട്, 150ന്റെ ഉണ്ട്, 200ന്റെ ഉണ്ട്. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് 300 ഒട്ടകം കിട്ടിയിട്ടുണ്ട്. മൻ ഇൻദഹു കാന നബിയുൽ മുൻതഖബ്. ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയാൽ മിൻ കുല്ലി ഖൽഖില്ലാഹി മഹബൂബൻ അഹബ്. അയാളുടെ മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, സുഹൃത്തുക്കളെക്കാൾ, ഭാര്യയെക്കാൾ, എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയാൽ ഫസഅദതുൻ ഉളുമാ വഫൗസു വദിൻ കുതുബ്. അയാൾക്കാണ് ഏറ്റവും വലിയ വിജയം. നാളത്തെ ആഖിറത്തിലുള്ള ശാശ്വതമായ വിജയം അയാൾക്ക് കിട്ടിയിരിക്കുന്നു. വൽ അംനു മിൻ നാരിൽ അദാബി സലീമാ. അയാൾക്ക് നരകം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ നരകത്തിന് രക്ഷപ്പെടാൻ, പരലോകത്തെ വിജയം സ്വന്തമാക്കാൻ എല്ലാവരെക്കാളും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടണം. എന്താ അങ്ങനെ ഇഷ്ടപ്പെട്ടാലുള്ള മെച്ചം? ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്ത് ജീവിക്കലും അവിടുത്തെ ഇഷ്ടപ്പെട്ട് നടക്കലും വഅസൽ ഇലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. നിനക്ക് ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവാൻ ആ ഒറ്റ ഇബാദത്തു തന്നെ മതി. കാരണം എന്തേ? വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ പവറാണ് അവിടുത്തെ ശഫാഅത്ത്. നരകം ഉറപ്പായ മനുഷ്യനെ അവിടുന്ന് രക്ഷപ്പെടുത്തും. സ്വർഗത്തിലെ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അവിടുത്തെ ശഫാഅത്ത് ഉപകരിക്കും. അപ്പൊ തങ്ങളെ നന്നായി നമ്മുടെ ഖൽബ് കൊണ്ട് ഇഷ്ടപ്പെടണം. എന്താണ് തങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാല്? ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞ നമ്മളെ നാട്ടുകാരനാ. ഉമറുൽ ഖാലി തങ്ങൾ മറവിട്ട് കിടക്കുന്നത് വെളിയങ്കോടാണ്, മലപ്പുറം ജില്ലയിലെ വെളിയങ്കോടാണ്. ആ വെളിയങ്കോടുള്ള ഉമറുൽ ഖാലി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ നമ്മുടെ സമയം കണ്ടെത്തണം. നമ്മുടെ നാട്ടുകാരനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്ത് റൗള ഷരീഫിന്റെ അടുത്ത് പോയി കരഞ്ഞപ്പോ റൗളന്റെ വാതിൽ തുറക്കപ്പെട്ട അത്ര ശക്തിയുള്ള വരിന്റെ ഉടമ ഒരു മലയാള നാട്ടിലുണ്ടായിട്ട് മലയാളികളായ നമ്മൾ അവരെ സിയാറത്ത് ചെയ്യാൻ പോലും സമയം കണ്ടെത്തിയില്ലെങ്കിൽ എന്നുള്ള ഒരു ആലോചന നമുക്കുണ്ടാണ്. മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെ നിയറസ്റ്റ് അല്ലേ നമുക്ക്, വേറെ എവിടെയും ദൂരമൊന്നുമില്ലല്ലോ. അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യാം. എന്നിട്ട് അവിടെ ഫ്രെയിമിൽ ഇങ്ങനെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്വല്ലല്ലാഹു ബൈത്ത്. വളരെ മനോഹരമായി നമുക്ക് ചൊല്ലാൻ പറ്റണം. റൗള ഷരീഫിന്റെ അടുത്തെത്തിയിട്ട് ഉമറുൽ ഖാലി തങ്ങൾ ചൊല്ലിയല്ലോ, യാ അക്റമൽ ഖുറമാ അലാ അതാബികും. ഓ മാന്യന്മാരിൽ മാന്യനായ നേതാവായ നബിയേ, ലോകത്തെ ഏറ്റവും മാന്യനാണ് നബി തങ്ങൾ. നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ നെഗറ്റീവ് ഇല്ല.
63 കൊല്ലത്തിന്റെ ഇടയിൽ ഭാര്യനെ അടിച്ചത്, ഭാര്യനെ കുത്തിയത്, ഭാര്യന്റെ കണ്ണീരൊലിപ്പിച്ചത്, ഭാര്യനെ വേദനിപ്പിച്ചത് ഒരാൾക്കും പറയാനില്ല. ഓറിയന്റലിസ്റ്റുകാർ എത്ര കൊല്ലായി ലെൻസ് ഇട്ട് പരതി നടക്കുന്നത്. റസൂലുള്ളാഹിന്റെ കുടുംബ ജീവിതത്തിൽ, വൈവാഹിക ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടാൻ ഒരു തുമ്പില്ലല്ലോ. എന്തൊരു മാന്യത! പെൺമക്കളെ കുത്തുവാക്ക് പറഞ്ഞു ഇല്ല. ആൺമക്കളെ വേദനിപ്പിച്ചോ ഇല്ല. ഒരാളെയും വേദനിപ്പിക്കാത്ത ജീവിതം, ഒരാളെയും വേദനിപ്പിക്കാത്ത ജീവിതം. കണ്ടോ? നിങ്ങൾ നോക്ക്, ഖന്തക്കിന്റെ കടങ്ങൊഴിക്കുമ്പോ നബി തങ്ങളുടെ വിശപ്പ് കണ്ടിട്ട് സ്വഹാബിക്ക് ഭയങ്കര വിഷമായി. ഉടനെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറഞ്ഞു, എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? എന്ത് ഫുഡ്? ഒരാടുണ്ട്, എന്നാ അതിനറക്ക്, അതിനെ കുറച്ച് പത്തിരിയാക്ക്. നബി തങ്ങളുടെ അടുത്ത് മെല്ലെ പോയിട്ട് പറഞ്ഞ്, എന്ത് പറഞ്ഞ്? നബിയെ, തങ്ങൾക്ക് ഫുഡ് ഉണ്ട്, തങ്ങളൊന്ന് വന്നാല് വേണമെങ്കിൽ 1-2 കൂട്ടിക്കോളി. തങ്ങൾ എന്താ ചെയ്തത്? സ്റ്റേജിന്റെ ബേക്കിൽ മെല്ലെ പോയി ഷവർമ തിന്ന് പിടിച്ചോണ്ട് തോർത്തിട്ട് കുശൻ കസേരയിൽ വന്നിരുന്നോ? ഇല്ല. സ്വഹാബ കുഴി കുഴിക്കൽ നിർത്തു, ഖന്തക്കിന്റെ പണി നിർത്തു. ജാബിർ ഫുഡ് ആക്കിയിട്ടുണ്ട്. ജാബിർ അള്ളാഹിനോട് പറഞ്ഞു, എന്താണ്? ആടിനറുത്തിട്ടല്ലേ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, മുഅ്ജിസത്തിന്റെ ഉമിനീര് ആഡ് ചെയ്യണം, അത് ആഡ് ചെയ്തിട്ട് ചെമ്പ് ചട്ടി താഴെ വെച്ചാൽ മതി. ഈ ലീഡറെ ഈ അനുയായികൾ എങ്ങനെ മറക്കും? ഫസ്റ്റ് ട്രിപ്പിന് 80 ആളാ ഫുഡ് കഴിച്ചത്. 80 ആള് ചട്ടിയിൽ ഇപ്പോഴും കറി പളവളക്കുന്ന 80 ആളാ കഴിച്ചത്. ബദറിന്റെ തലേന്ന് അനുയായികളോട് മൊത്തം പറഞ്ഞു, ഉറങ്ങിക്കോളി. എന്നിട്ട് ലീഡർ ചെയ്ത പരിപാടി ടെന്റിൽ ഇരുന്നിട്ട് സുജൂദ് അള്ളാഹിനോട്. എന്റെ അനുയായികൾ പാവങ്ങളാ, അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല. അവരെങ്ങാനും തോറ്റാൽ ഫലാ തുഅബദു ഫിൽ അർദ്, നിനക്കിവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരുണ്ടാവും? യഥാർത്ഥത്തിൽ ബദർ എന്ന് പറഞ്ഞാൽ ആ പോരാട്ടത്തിന്റെ പേരല്ല. തലേന്ന് നുബുവത്തിന്റെ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചിട്ട് അള്ളാഹിനോട് ചെയ്ത സമരത്തിന്റെ പേരാ ബദർ. ബദർ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു, ജയിക്കും. പിറ്റേന്ന് രാവിലെ അബൂജഹൽ വീഴുന്ന സ്ഥലം, ഉത്ബത്ത് വീഴുന്ന സ്ഥലം, ഇന്നലെ രാത്രി നടത്തിയ സമരത്തിന്റെ ബദർ, അതിന്റെ ഒറിജിനൽ സമരത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നു പിറ്റേന്ന് നടന്നിരുന്നത്. അതാണ് ബദർ. അനുയായികളോട് ഉറങ്ങാൻ പറഞ്ഞു. ലീഡർ ഉറക്കൊഴിഞ്ഞു. മാന്യത കൈവിടാത്ത ലീഡർ. അബൂലഹബിനെതിരെ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ അബൂലഹബ് കെട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളയാ. ത്വലാഖ് എണ്ണീറ്റ് വീട്ടിലേക്ക് അയച്ചു. എത്ര കാലം വീട്ടിലാ മോളുണ്ടായിരുന്നു? ഒരു കുത്തുവാക്ക്, ഒരു വേദനിക്കുന്ന വാക്ക്. 7 മക്കളോട് ചോദിച്ചു നോക്കൂ, എന്തെങ്കിലും ഉപ്പാനെ കുറിച്ച് പറയാനുണ്ടോ? ഒരു തരി കിട്ടൂല, ഒരു തരി. മുത്തം കൊടുക്കുന്ന ഉപ്പ, മടിയിൽ കയറ്റി കളിപ്പിക്കുന്ന ഉപ്പ, ചുമൽ വണ്ടിയാക്കിയ ഉപ്പ. അതാ സ്വഹാബത്ത് കാണുക, ഇങ്ങനെ മുതുകിൽ കളിപ്പിക്കുന്ന പേരക്കുട്ടികളാകുന്ന കഥകൾ, ഉപ്പാപ്പയുടെ കഥ. അപ്പൊ സ്വഹാബി പറഞ്ഞു, അടിപൊളി വണ്ടിയാണല്ലോ. തങ്ങൾ എന്താ പറയുന്നറിയോ? വണ്ടി സൂപ്പറാന്നില്ല നിലക്കല്ല പറയണത്. എന്താ പറഞ്ഞറിയോ? ഡ്രൈവറും പൊളിയാണ്, ഞാൻ എന്റെ മക്കളും ഒന്നിച്ച് തന്നെയാണ്. കണ്ട തങ്ങൾ ഭാര്യമാരോട് ചോദിക്കൂ. സൊഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞ മഹദിയ, ഒട്ടകപ്പുറത്ത് കയറാൻ കഴിയുന്നില്ല. എന്നാ നീ ഈ ട്രിപ്പിന് വരണ്ടെന്നല്ല പറയണത്. കാല് നീട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സൊഫിയ ചവിട്ട്, എന്നിട്ട് കയറ്. സ്വർഗത്തിൽ ആദ്യം എടുത്തു വെക്കേണ്ട കാല് ഭാര്യന്റെ കോണിപ്പടി. ദ ലീഡർ. ആയിഷ ബീവിനോട് ചോദിച്ചു നോക്കൂ, വീട്ടിലെങ്ങനെയാണ് ലൈഫ് സ്റ്റൈൽ? പറയും. പാത്രം കഴുകി തന്ന കഥ പറയും. ആടിനെ കറന്നെന്ന കഥ പറയും. അടിച്ചുവാരിയ കഥ പറയും. ചെരുപ്പ് തുന്നിയ കഥ പറയും. ആയിഷ ബീവിക്ക് ഒന്നുകൂടി എക്സ്ട്രാ പറയാനുണ്ട്. എന്താണെന്നറിയോ? ഞാൻ എന്ത് ചെയ്താലും എന്റെ പേർക്ക് തന്നെ വരും. വാട്ട് യു മീൻ? ആയിഷ ബീവി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു മാംസം കടിച്ചാല് എന്റെ പല്ല് ടച്ച് ചെയ്ത, ആ 4 പല്ല് ടച്ച് ചെയ്ത ആ സ്പേസിൽ തന്നെ തങ്ങൾക്ക് അടുത്ത കഷ്ണം കടിക്കണം. ഹാഫ് ബെറ്റർ എന്നുള്ളത് സ്റ്റാറ്റസിൽ ഒതുക്കാനുള്ളതല്ല, ജീവിതത്തിൽ പഠിപ്പിച്ചേരും. ഞാനൊരു ഗ്ലാസ് ആടിന്റെ പാല് കുടിച്ചാൽ എന്റെ ചുണ്ട് വെച്ച സ്ഥലം നോക്കിയിട്ട് ഗ്ലാസ് ഇങ്ങനെ കറക്കിയിട്ട് തങ്ങൾ കുടിക്കും. പിന്നെ ഞാൻ ഇടയ്ക്കിൽ ഇരുന്നാല് എന്നെ ചാരി ഇരുന്നിട്ടാ തങ്ങൾ ഖുർആനൊക്കെ ഓതും. എന്നെ ചാരി കണ്ടോ
പിന്നെന്ത് പറയാനുണ്ട് ആയിഷുമ്മക്ക്? പിന്നെ ഇടക്കിടക്ക് രാത്രി എന്നോട് ചോദിക്കും, ആയിഷ, ഞാൻ ഇന്ന് രാത്രി കുറച്ച് ഇബാദത്ത് ചെയ്താലോ എന്നൊരു തോന്നല്, എന്റെ അഭിപ്രായം എന്താണ്? ആയിഷ ബീനോട് ആ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള, ഇത് ഭാര്യ, ഇത് ഭാര്യ. LKG UKG ഉള്ള കുട്ടികള് ടീച്ചേഴ്സും സാർമാരൊക്കെ പോയാൽ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയും. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡും LPയിലുള്ള പിള്ളേരും എണീറ്റിക്കും, UPയിലുള്ള കുട്ടികളും എണീറ്റിക്കും, SLC ഒക്കെ ആകുമ്പോൾ മടിയാണെങ്കിലും എണീറ്റിക്കും, +2 ഒക്കെ കഴിഞ്ഞാൽ ഒരു വയന്ന് എണീക്കലായി. വന്നിനോ ഇല്ലയോ എന്നുള്ള മെയിൻ്റെ ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ കുറയും അല്ലേ? അങ്ങനെ ഉണ്ടാവാം പൊതുവില് അല്ലേ? അങ്ങനല്ലേ? ഇത് ധാരാന്നറിയാം തന്നെക്കാൾ വയസ്സ് ഏറെ കുറവുള്ള ഒരാൾ, ഏറെ കുറവുള്ള തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ ബീവിന്റെ വയസ്സ് 18 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണക്കൂട്ടാൻ പറ്റും എത്ര വയസ്സുള്ളത്. ആ ഭാര്യ വരുമ്പോൾ എണീറ്റിക്കും. ആര്? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഭാര്യനെ കണ്ട എണീറ്റിക്കും. ഈ ചരിത്രം ഒന്ന് വായിക്കും നമ്മളെ ലൈഫിൽ. എണീറ്റിക്കും, എന്നിട്ട് കൈ പിടിച്ചു മുട്ടും. നിങ്ങളെ നോക്ക്, ഫാത്തിമ ബീവിക്ക് പറയാനുണ്ട് ഉപ്പനെ കുറിച്ച്. ഈ തങ്ങളെ ഉമറുൽ ഖാദി തങ്ങൾ റൗദിയിൽ പോയിട്ട് വിളിക്കണത്, യാ അക്രമൽ ഖുറമ, ലോകത്തെ മാന്യന്മാരിൽ ഏറ്റവും മാന്യത ജീവിതം മുഴുവനും കൊണ്ടു നടന്ന നബിയെ. ആ വിളിയുടെ ഊക്ക് നോക്കിയ നിങ്ങൾ, യാ അക്രമൽ ഖുറമ അലാ തഅബികും. തങ്ങളെ റൗദന്റെ ഉമ്മറപ്പടിയിൽ ഒരു സാധു വന്നിട്ടുണ്ട്. ആരാന്നറിയാ സാധു? ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും. പാവപ്പെട്ട ഫഖീറായ ഉമർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? ലിമുർതജി ലിജനാബികും. തങ്ങളെ ചിറകിന്റെ താഴെ ഒരു പ്രതീക്ഷ കിട്ടുമെന്ന അർത്ഥത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? തങ്ങളുടെ വാതിന്റെ അടുത്തുനിന്ന് കരഞ്ഞാല് എനിക്ക് എന്തൊക്കെയോ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ വന്നത് നബിയേ. എന്റെ കണ്ണും വെള്ളൊഴുകുന്നുണ്ട് നബിയേ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. പിന്നെ ഉമറുൽ ഖാദി തങ്ങൾ പറയുകയാണ്, ലാമിൻ കരീമിൻ മിസ്ലുക്കും ലിൽ മുർതജി. തങ്ങളെ പോലെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരാളില്ലല്ലോ നബിയേ. തങ്ങളെ പോലെ പ്രതീക്ഷിക്കാൻ ഒരു മാന്യനായ ആള് ലോകത്ത് തങ്ങളെക്കാൾ മാന്യതയുള്ള ആരാ ഉള്ളത് നബിയേ? ആരാ ഉള്ളത്? ഫലാലത്തുബ്നു ഉബൈദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഇസ്ലാമിന്റെ മോർട്ടൽ എനിമിയാണ്, കഠിന ശത്രുവാണ്. അയാൾക്ക് റസൂലുള്ളാഹിനോട് വലിയ പകയായിരുന്നു. അയാൾക്ക് എങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണമായിരുന്നു. അതിന് അയാൾ ചെയ്ത പരിപാടി എന്താ? മക്കം ഫതഹിന്റെ അന്ന് ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ മുന്നിൽ നിന്ന് കുത്തിക്കൊല്ലണം. അവിടെ വാശി നോക്ക് നിങ്ങൾ. ഒറ്റക്ക് വന്നാ പോരാ, ഇത്രയാളെ കൊന്നിട്ട് വഷളാക്കണം. അതിന് വിഷത്തിലൂട്ടിയ കടാര തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ഫലാലത്തുബ്നു ഉബൈദ് ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് മക്കം ഫതഹിലേക്ക് എങ്ങനെയാ കയറുക? 1000+ സ്വഹാബത്തില്ലേ, മുസ്ലിമാണ് എന്ന വ്യാജേന കയറി, സ്വഹാബിയായിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചു എന്ന വ്യാജേന ഫലാലത്തുബ്നു ഉബൈദ് കയറി. പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. വേറെ ആരും ഇല്ല എന്ന് കൺഫേം ചെയ്തു. ആരും ഇല്ലെന്ന് കൺഫേം ചെയ്തു. കത്തി ഇനി പുറത്തേക്ക് എടുക്കണം, കുത്തണം. അതാണ് മൂപ്പരുടെ അടുത്ത ലക്ഷ്യം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കിയ ഉടനെ മുഅ്ജിസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് മുഅ്ജിസത്തിന്റെ നാവ് കൊണ്ട് ചോദിച്ചു, അൻത ഫലാല, ഈ ഫലാലത്തല്ലേ? അതെ. നീ എന്തോ മനസ്സിൽ മന്ത്രിക്കുന്നുണ്ടല്ലോ. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ദിക്റില്ലാണ്, വേറൊന്നും എന്റെ മനസ്സിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. ദിക്റില്ലോ, ചിരിച്ചു. അവിടെ ഇങ്ങനെ ചിരിച്ചു. കൊല്ലാൻ വേണ്ടി വന്ന ആളുടെ മുഖത്ത് നോക്കി ചിരിക്കണമെങ്കിൽ ആ മനസ്സിന്റെ വിശാലത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി.
തങ്ങൾക്കറിയാം ഈ വന്നയാൾ കൊല്ലാനാണ് വന്നത്. തങ്ങൾക്കറിയാം അയാളുടെ അരയിൽ വിഷത്തിലൂട്ടിയ കടാരയുണ്ടെന്നറിയാം. എന്നിട്ടും അവിടുത്തെ മനസ്സിൽ നിന്ന് മുഖത്തേക്ക് വന്ന ചിരി എന്ത് വിശാലമായ ഹൃദയത്തെന്ന് പുറപ്പെട്ട ചിരിയായിരിക്കും. അതുകൊണ്ടാ പണ്ഡിതന്മാര് ചർച്ച ചെയ്തത് അലം നശ്റഹ് ലക സദറക്. ലോകത്തെ ഏറ്റവും വിശാലത ഉള്ള വസ്തു ഭൂമിയാണോ? അല്ല. ഭൂമിയേക്കാൾ വിശാലതമായത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. എന്തുണ്ട്? ഖൽബുൽ മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം വിശാലമാണ്. കൊല്ലാൻ വേണ്ടി വന്നവർക്ക് മാപ്പ് കൊടുത്ത നബി. അതാ ഉമറുൽ